ബി.ജെ.പി. നേതാവ് കൃഷ്ണകുമാർ PM മോദിയെ കുടുംബസമേതം കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലേക്ക്. സ്വാഭാവികമായിട്ടും പാർട്ടി പ്രവർത്തകനായിട്ടും അല്ലാതൊരു സാധാരണക്കാരനായിട്ടും ഒക്കെ നമ്മുടെ ഏതൊരു ഭാരതീയൻ്റെ ഒരു ആഗ്രഹമാണല്ലോ നമ്മുടെ പ്രധാനമന്ത്രിയുമായി ഒന്ന് കാണാൻ കഴിയുക, അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുക, ഒരു ചിത്രമെടുക്കാൻ കഴിയുക. അപ്പോൾ ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമുക്കൊരു ക്ഷണം കിട്ടുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു വലിയൊരു അനുഗ്രഹമാണ്. ചെറിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. അതും എല്ലാവരുമായിട്ട് പോകാൻ കഴിയുക. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ ഓമി അവൻ 8 മാസമേ ആയിട്ടുള്ളൂ. അവൻ എന്താണെന്ന് പോലും അറിയുന്നില്ല. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്കിങ്ങനെ തോന്നും, നമ്മളിങ്ങനെ ചില യാത്രകളുണ്ട് ജീവിതത്തിൽ, അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചില കാര്യങ്ങൾ വന്നു വീഴുന്നതാണ്, സംഭവിക്കുന്നതാണ്. വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അതും ഒരു ആ സമയം കൂടി നോക്കണം. നമുക്ക് ക്ഷണം വരുമ്പോൾ കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്ന സമയം നമുക്കത് വലിയൊരു മെസ്സേജാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിനെ വളരെയധികം പരിഗണിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. കാരണം നമുക്ക് MLA ഇല്ലാത്ത കാലത്തും ഒരു കാലത്ത് MP പോലും ഇല്ലാത്തിരുന്ന കാലത്തും വാരിക്കോരി കൊടുത്തിരുന്നു കേരളത്തിന്. കാരണം ഒരിക്കലും മറ്റ് MP-മാരുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതലും മറ്റ് കേരളത്തിനെയും അവർക്കൊപ്പം നിർത്തി, കാശ്മീരിനെയും ഒപ്പം നിർത്തി, തമിഴ്നാടിനെയും ഒപ്പം നിർത്തി. അപ്പം നമ്മളൊന്ന് മനസ്സിലാക്കുക, ഒരു ഭരണമാറ്റം നമുക്ക് ആവശ്യമാണ്. അതായത് 10-60 കൊല്ലമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ദുരിതം, ഈ ദുരിതത്തിനപ്പുറത്തൊരു നല്ല കാലമുണ്ട്. അതെന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ജനം വോട്ട് ചെയ്യാത്തത്. അതുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കുക, കഴിഞ്ഞ 2-3 തലമുറകൾ അനുഭവിച്ചു. അപ്പോൾ ഇത്രയും മഹാനായ ഒരു പ്രധാനമന്ത്രി, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ഇന്ന് ലോക നേതാക്കളിലെ ഏറ്റവും വലിയൊരു വ്യക്തികളിലൊന്നാണ്. അപ്പോൾ അദ്ദേഹം വെറും വാക്കുകൾ പറയാറില്ല, പറഞ്ഞാൽ വാക്ക് പാലിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് 2 MP-മാരുണ്ട്, മന്ത്രിമാർ തന്നെയാണ്. ഈ ഇലക്ഷനിൽ നമുക്ക് കുറച്ച് MLA-മാരെ കൂടി സൃഷ്ടിക്കുക. കാരണം ഓൾറെഡി നമ്മുടെ കയ്യിൽ മേയർ സ്ഥാനം കിട്ടി. കേരളത്തിന് ഒരു സുവർണ കാലഘട്ടം വരികയാണ്. ആ കാലഘട്ടം വരുത്താൻ ജനങ്ങൾ കൂടി വിചാരിക്കണം. ഈ വരുന്ന 9-ാം തീയതി തിരഞ്ഞെടുപ്പിനായിട്ട് വോട്ട് ചെയ്യാനായിട്ട് ബൂത്തിലോട്ട് പോകുമ്പോൾ നിങ്ങളെയും നിങ്ങളുടെ വരും തലമുറകളെയും കൂടി ഓർക്കുക. നമ്മുടെ സംസ്ഥാനം, നമ്മുടെ രാജ്യം വളരുന്നതിൻ്റെ ഒപ്പം വളർന്നു പോകേണ്ടതാണ്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കായിട്ട്, സംസ്ഥാനത്തിൻ്റെ വിജയത്തിനായിട്ട് BJPക്ക് വോട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. നന്ദി. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.